ചതിച്ചടാ. ഇതെന്ത് പറ്റിയടാ? ചതിച്ചടാ. എന്റെ സന്താനവർദ്ധനി ചതിച്ചു. നിന്റെ സന്താനവർദ്ധനി കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം ഗർഭം. ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഇത് ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താനവർദ്ധനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം. നിർത്താനുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട, അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധിനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആളൊരു സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാൻ തോർത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞെടുത്ത് സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ട് മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവീപ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജ്യോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജ്യോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. ഗുരുവായൂരപ്പ, ശിവനെ, ആണ്ടവനെ, സുബ്രഹ്മണ്യസ്വാമി ഭഗവാനെ. എന്റെ ജോത്സ്യരെ, ഈ ദൈവങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയാ പിന്നെ നമുക്ക് കള്ള് കിട്ടാതാവും. എടാ, ഞങ്ങളുടെ ദൈവങ്ങളെ എവന്റെ ഈ പുളിച്ച കള്ള് കുടിക്കുന്ന പാർട്ടിയല്ല. അവര് നല്ല 1-ാം തരം സ്കോച്ചാ വീശുന്നേ. സംശയം ഉണ്ടെങ്കിൽ പറ, ഭാസ്കരൻ നായർ കബഡി തരത്തിൽ കാണിച്ചു തരാം. കബഡി കൊണ്ട് ഇത്തരം ചീപ്പ് കാര്യങ്ങൾ നോക്കരുത്. ഓ, ചീപ്പായാലും കൊള്ളാം, കോപ്പായാലും കൊള്ളാം. ഭാസ്കരൻ കബഡി എടുത്താ ഉറപ്പാ അച്ചട്ടാ. എനിക്കൊരു വിവര അറിയാനുണ്ട്. ദക്ഷിണയായി കള്ളിന്റെ കാശ് കൊടുത്താ പറയാം. കാര്യം പറ. തൊട്ട് നിൽക്കാനൊന്നും ഇല്ലേ? ഓ, രാവിലെ തന്നെ കൂട്ടിരിക്കാൻ. എന്താ നേരേട്ടാ, ജലദോഷമാണോ വിക്സ് തിന്നാൻ? സാധാരണ ഡ്യൂക്കിളി കുടിയന്മാരെ പോലെ വാരി വലിച്ചു കുടിക്കാൻ എനിക്ക് പറ്റില്ല. കുടിക്കുന്നെങ്കിൽ എന്തെങ്കിലും തൊട്ട് നക്കി ഡീസന്റ് ആയി കുടിക്കണം. തൊട്ട് നക്കാൻ ഈ കൊച്ചവന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് വിക്സ് തൊട്ട് നക്കി. പറ, നിന്റെ കാര്യം പറ. 7 വർഷക്കാലമായി നായരേട്ടാ ഞാനും വാസന്തിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. എന്തിനാടാ കുഞ്ഞിക്കാല് കാണാൻ നിൽക്കുന്നേ? നല്ല മുഴുത്ത കാല് തന്നെ കാണ്. പല കോഴിക്കാലോ ആട്ടിൻകാലോ. മനസ്സ് നൊന്തിരിക്കുമ്പോ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞുതരൂ നായരേട്ടാ. എന്താടാ നാരായണ നിന്റെ നക്ഷത്രം? മൂലം. നിന്റെ മൂലത്തിൽ പ്രശ്നമുണ്ടാ? മോഹം കണ്ടാ തന്നെ അറിയാം. ആ മൂലമല്ല, ഈ മൂലം. മൂലം 3. തന്മൂലം, പൊന്മൂലം, മുടിമൂലം. നീ മുടിമൂലമാ. എന്താടാ നിന്റെ ഭാര്യയുടെ നാള്? ചോദി. ഭാഗ്യവതി. ആരെന്ത് ചോദിച്ചാലും കിട്ടും. നാരായണന്റെ നക്ഷത്രപ്രകാരം ഈ ജന്മത്ത് നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് സന്താന ഭാഗ്യം കാണുന്നു. അതിനൊരു പരിഹാരക്രിയ ചെയ്യണം. എന്ത് പരിഹാരക്രിയ വേണേലും ചെയ്യാം നായരേട്ടാ. ഒറ്റ പരിഹാരമേ ഉള്ളൂ. നീ നിന്റെ ഭാര്യ വാസന്തിയെ മറ്റാരെങ്കിലും കൊണ്ട് കെട്ടിക്കണം. സർവം ശുഭം ഭവന്തു.
നിങ്ങൾ 2 നില വീട് പണിയാനല്ലേ ഉദ്ദേശിക്കുന്നത്? അയ്യോ ജോത്സ്യർക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതാണ് ഭാസ്കരൻ നായർ. കവിടി 2ആയിട്ടാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരത്ഭുതം! എന്താ ജോത്സ്യരെ? നിങ്ങൾ ആകെ ഇരട്ടയായിട്ടാ ഞാൻ കാണുന്നത്. നിങ്ങൾ 4 നില വീട് വെച്ചാലും അത്ഭുതമില്ല. സർവരും ഇരട്ടയാ. അതെ, അച്ഛനിപ്പോ എല്ലാം ഇരട്ടായി തോന്നുന്നതേ രാവിലെ ഗോപാലന്റെ ഷാപ്പിൽ പോയി വലിച്ച കള്ള് മോന്തിയതുകൊണ്ടാ. ഏറണം കെട്ടവളെ, വളിച്ചതല്ല പുളിച്ച കള്ളു കുടിച്ചാലും എന്റെ ജോത്സ്യം തെറ്റത്തില്ല. പറഞ്ഞതാ. എടുക്കോ? എടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. കാണിക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചാ മതി. എന്തിനാ സാറേ പിന്നെ ആക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ദേ മനുഷ്യ, എന്നൊക്കെ പോകാം. വരുന്നവർക്കെല്ലാം എന്റെ മരുമോള് കാണിച്ചു കൊടുത്ത് എന്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരാതായിട്ടുണ്ട്. അതെ, എന്റെ ഭർത്താവിന്റെ അച്ഛാ കസ്റ്റമേഴ്സിനെ കൺവേഴ്സ് ചെയ്യുന്നതേ ഓരോരുത്തരുടെയും കഴിവാ. 3 മാസം കൂടുമ്പോ 600 രൂപ അടച്ചാ 10 വർഷം കൂടുമ്പോ ഇരട്ടിയാകും. അതാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത. ഇൻഷുറൻസ് ആയിരുന്നോ? പിന്നെ സാറെന്തോ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് ആയിരിക്കുമെന്ന്. ജനാർദ്ദൻ എന്താ രാവിലെ ഇതെവിടെ പോയിട്ട് വരുന്നു? എന്റെ മോൻ എന്നും നൈറ്റ് ഡ്യൂട്ടിയാ. ഇന്നുണ്ടോടാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി? എന്താ ജനുവേട്ടൻ വന്നിട്ട് പോവാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ വീട്ടുകാര്യവും കുട്ടികളെയും ഒക്കെ ഭർത്താവ് നോക്കുമായിരിക്കും. അതിന് കുട്ടികളുണ്ടായിട്ട് വേണ്ടേ നോക്കാൻ? സുമുഖി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ? ഇതുവരെ ഒന്ന് നിന്നേ. സുമുഖി, വൈകിട്ട് നേരത്തെ വരണേ. നീ വന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ചേട്ടൻ എന്നെ കാത്തു നിൽക്കണ്ട. ഇന്ന് 5-6 പേര് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ താമസിച്ചേ വരൂ. കുട്ടികളില്ലാത്തവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്ന ജോത്സ്യർ എന്തേ സ്വന്തം മകന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വന്തം മക്കളോടെല്ലാം തുറന്നു പറഞ്ഞു കൊടുത്താലും എന്താ പ്രയോജനം? ദേ കണ്ടില്ലേ, ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഭാര്യ വന്നു കയറുമ്പോ ഭർത്താവ് പോവും. 2 പേരും രഹസ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയാലല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമാവൂ. അപ്പോ വീട് പണി തുടങ്ങാല്ലേ ജോത്സരെ? തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദക്ഷിണ. മോളെ, എന്താ അച്ഛാ? അച്ഛൻ ഇത്തിരി കാപ്പി എടുത്തേ. തയ്യൽ ക്ലാസ് പോകാൻ തുടങ്ങുമ്പോഴാ അച്ഛനൊരു കാപ്പി. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇറങ്ങാം. എന്റെ കബഡി ഭഗവതി, ഇതിനൊക്കെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കബഡി നിരത്തി പ്രശ്നം വെച്ചിരുന്നെങ്കിൽ ഒന്നിന്റെ തലവെട്ടം കാണത്തില്ലായിരുന്നു. ഇനി എന്താ കാപ്പി? ഗോപാലന്റെ ഷാപ്പ് തന്നെ ഹാപ്പി. ഹലോ ബ്രൂണോ, സ്മൈൽ പ്ലീസ്. സ്മൈൽ 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 മൈ ഡിയർ. സ്മൈൽ. ഗുഡ് ഗുഡ്, വെൽ ഡൺ. കണ്ടോടാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ബ്രൂണോ ചിരിച്ചിരിക്കുന്നു. അതാണ് അനുസരണ. ഗുഡ്. എന്താടാ ഉജ്ജ്വല, നീ ഉജ്ജ്വലമായി ചിരിക്കുന്നത്? അല്ല, 4 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ബ്രൂണോയെ വിറപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നതിന് ഗുണമാടാ. അല്ല മുതലാളി, ഇതുപോലത്തെ 4 ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? ഉജ്ജ്വല, കിടത്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരോട് ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയെ പറഞ്ഞാലും തലേ കയറത്തില്ല. ആരോടല്ല കേറാത്തത്? അതായത് ഈ പത്മാവതി ഇവനോട് എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല. പാവയ്ക്ക ജ്യൂസ് കയ്പാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. നീ എങ്ങനെ പറഞ്ഞാടോ ഉജ്ജ്വല? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറഞ്ഞില്ലേ? പറഞ്ഞു. പാവയ്ക്ക ജ്യൂസിന് നല്ല മധുരമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം. പാവയ്ക്ക നീരിന്റെ മാധുര്യം ഉജ്ജ്വലനൊന്നും അറിയട്ടെ അല്ലേ പത്മം?
വേണ്ട ഇങ്ങോട്ട് വാടാ വേണ്ട ഇത് കുടിച്ചേ വേണ്ട കൊച്ചമ്മ വേണ്ട കൊച്ചമ്മ വേണ്ട പാവയ്ക്കാന്തേര് മധുരമായാലും കൈപ്പായാലും മുതലാളി കുടിച്ചോട്ടെ മുതലാളിക്ക് ഞാൻ വേറെ കൊടുത്തോളാം നിന്നോട് കുടിക്കാനാ പറഞ്ഞത് ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല കേട്ടോ പത്മാവതി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ പണിയില്ല കുടി. അല്ല അത് വേണോ കൊച്ചമ്മേ? ഇത് കുടിച്ച ഉള്ള പഞ്ചാരയും കൂടെ കുറഞ്ഞ് ഞാൻ തല ചുറ്റി വീഴും. വീണോട്ടെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. അല്ലേലും നിനക്ക് ഇത്ര പഞ്ചാര കൂടുതലാണ് നാട്ടുകാരുടെ സംസാരം. കുടിയടാ. കുടിക്കടാ കുടിക്കാൻ കുടിക്കാനാ പറഞ്ഞത്. എന്നിട്ട് വേണം അങ്ങേർക്ക് വേറെ ജ്യൂസ് എടുക്കാൻ. കുടിക്കും കുടിയടാ. കുടിക്കടാ കുടി കുടി കുടി. അത് കൊള്ളാല്ലേ അമ്മാവാ? വാ വാ വാ. ശകനം കെട്ടവൻ എഴുന്നള്ളുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ടാ എന്റെ കൺട്രോൾ പോകും. നീ ഇത് പിടിച്ചേ.